ഇപ്പോൾ BJPയുടെ ദേശീയ വക്താവ് ശ്രീ ടോം വടക്കൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ ടോം വടക്കൻ, ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് വളരെ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ പാറ്റാക്കൂട്ടം ശ്രമിക്കുകയാണല്ലോ. കാരണം കഴിഞ്ഞ ദിവസം വരെ ഈ സമരത്തിന് ഒരു തരത്തിലുമുള്ള പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണോ അക്രമത്തിന്റെ പാതയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം CJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഈ CJP എന്ന് പറയുന്ന പാർട്ടിയാണോ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റേർഡ് അല്ല. ഇവരൊരു പ്രൊട്ടസ്റ്റിംഗ് ഒരു ഗ്രൂപ്പാണ്. ഇവരെ ആര് ഫണ്ട് ചെയ്യുന്നു, ഇവരുടെ ഒരു ഡിമാൻഡും കഴിയുന്നേക്കാളും പിന്നെ വേറെ പുതിയ ഡിമാൻഡ്സ് വരികയാണ്. ആന്റി നാഷണൽ ഒരു മൂവ് ആണ് എന്നാണ് കാഴ്ചപ്പാട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റിന് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ജന്തർ മന്തറിൽ നിന്ന് ഇവര് പാർലമെന്റിലേക്ക് വരാനുള്ള ശ്രമമാണ്. അത് ഏതായാലും അവിടെ കർഫ്യൂ ആണ്. ആ ഏരിയ സെക്ഷൻ 144 ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അവരെ പ്രിവെന്റ് ചെയ്യാൻ. പക്ഷെ ഇതിലൊരു എൻക്വയറി വേണം. ഇവരാരാണ്, ഇവരെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഇവരുടെ ഡിമാൻഡ്സിന്റെ പിന്നില് എന്തൊക്കെയാണ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ഇവർ ഇൻവോൾവ് ആയിരിക്കുന്നത് എല്ലാം വെളിപ്പെടുത്തണം.